മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇവിടെ ഹരിപ്പാട് ഭാഗത്ത് മഴ പെയ്ത് ഇറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ മാത്രമേ ഈ ന്യൂസ് ചാനലിലൊക്കെ കാണിക്കുന്നുള്ളൂ. എന്നാൽ വെള്ളം കയറാത്ത സ്ഥലത്തെ അവസ്ഥകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കയറാത്ത സ്ഥലത്ത് വെള്ളം വന്ന് കെട്ടി ഒഴുകി വരുന്ന ഒരു അവസ്ഥയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വീടിൻ്റെ അവസ്ഥ, ഒരു വീട്ടിലോട്ട് ഒഴുകുന്ന ഒഴുക്കത് ഈ കാണുന്നത് കേട്ടോ. ഇത് വീട്ടിലോട്ടുള്ള ഒഴുക്ക്. ഇത് കഴിഞ്ഞിട്ട് റോഡിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഈ കാണുന്നത് ഒരു പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമല്ല കേട്ടോ, ഒരു റോഡിൽ നിന്ന് ഒഴുകി വരുന്നത്. അതായത് പുഴ അവിടുത്തെ കണ്ടവും പുഞ്ചയൊക്കെ നിറഞ്ഞിട്ട് റോഡാണിത്. പുഴയല്ല, റോഡാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം തോട് പോലെയും പുഴ പോലെയൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടറ്റം വെള്ളം അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട്. അത്യാവശ്യം അങ്ങോട്ട് പോകുന്നിടത്ത് നല്ല വെള്ളം നമുക്ക് ഉണ്ട്. അതേപോലെ മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുട്ടികളൊക്കെ ഇനി നാളത്തോടെ അടുത്തൊരു സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകാറാകുമ്പോഴേക്കും അവർക്കൊരു എങ്ങനെയാണ് ഇവിടുന്ന് ഈ ഒരു വെള്ളം നീന്തി പോകുക എന്നറിയത്തില്ല. അപ്പം എല്ലാവരും വലിയ വലിയ സ്ഥലങ്ങളിലെ ന്യൂസുകൾ മാത്രം ഇടുന്നുണ്ട്, ഇതൊന്നും ആരും പുറത്തോട്ടോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഹരിപ്പാട് കവറാട്ട് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തോട്ട് വരുന്ന റോഡിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പോകുന്ന ബൈക്കുകളൊക്കെ ഏകദേശം വഴിയിൽ കേടായി നിൽക്കുന്ന ഒത്തിരി അവസ്ഥകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഴയും കൂടി നല്ല രീതിയിൽ പെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് വണ്ടികളൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ വരും. ഇത് മറ്റൊരാളുടെ വീട്ടിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴുകി പടിഞ്ഞാറോട്ട് പോകാനായിട്ട് വേറെ കാര്യങ്ങളെല്ലാം നിറഞ്ഞെല്ലാം കവിഞ്ഞു. ഇപ്പോൾ താഴ്ന്നുള്ള വീടുകളിലോട്ടൊക്കെ ഇങ്ങനെ കണ്ടോ, ഒരു വീട്ടിലോട്ട് ഒഴുകുന്ന ഒഴുക്കാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഓരോ വീടുകളിലും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ കാണുന്ന വീടെന്ന് വെച്ചാൽ ആദ്യം എടുത്താണ് മഴയ്ക്ക്, ഞാൻ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എടുത്തൊരു ഭാഗമായത്. പക്ഷേ ഇത് ഇടയ്ക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ആദ്യം നിങ്ങൾ കണ്ട ആ ഒരു മഴ നല്ല രീതിയിൽ പെയ്ത് കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടേക്കോ അടഞ്ഞു ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് വെച്ചിട്ട് എന്തൊക്കെയോ സ്ഥലങ്ങൾ പൊക്കിയതും ബണ്ട് കെട്ടി പലയിടത്തും അടച്ചേക്കുന്നതൊക്കെ വിഷയങ്ങൾ കൊണ്ടിട്ട് ഇത് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതിന് പടിഞ്ഞാറോട്ടുള്ള വീടുകളെല്ലാം മുങ്ങിയെന്നല്ല, വീടുകളിലെല്ലാം മിക്കയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. മഴ ആദ്യം ഒന്ന് കുറഞ്ഞിരുന്നൊരു കണ്ടീഷൻ ഇരുന്നു, പക്ഷേ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല, കാരണം ഒത്തിരി അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ ഇപ്പം ഞാൻ തന്നെ ഒരാളുടെ വീട് തന്നെ കാണിച്ചു തരാം. അവരുടെ വീട് ഈ സ്ഥലങ്ങളിലെ പുഞ്ചകളൊക്കെ കൂടുതൽ. അപ്പം പുഞ്ച ഏതാണ്, കണ്ടോ ഏതോ കുളം ഏതാ എന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് കിടക്കുന്നത്. ഇപ്പം വേണ്ട ഇവരുടെ വീട്ടിലെ ഒരവസ്ഥ ഞാനിപ്പം നേരിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇന്നലെ ആണെങ്കിൽ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെയോളം രാത്രി വെള്ളം കയറിയെന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ ശകലം കുറവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കൊരു കാര്യമെന്ന് വെച്ചാൽ കുഴി ഏതാണ് വെള്ളം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മളിങ്ങനെ പോകുന്നതും റിസ്ക്കാണ്.
മഴയായതോടുകൂടി തേങ്ങയൊക്കെയും വെള്ളത്തിൽ എന്തൊക്കെയോ തേങ്ങ എടുത്ത് വെക്കുകയും തുണി വിരിക്കുകയും എന്നിട്ട് ചാക്കൊക്കെ ഇട്ട് മണ്ണിട്ട് പൊക്കിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ വീടിൻ്റെ പുറവശമെന്നല്ല എല്ലാവരുടെയും തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാവരുടെയും വീടുകളിലെല്ലാം വെള്ളം കയറിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നൊരു കുളമൊക്കെ ഉണ്ട്. അതിൽ കിടന്ന മീൻ മൊത്തം പോയല്ലയോ? കുളം ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഓരോരുത്തരുടെയും വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പുറത്തോട്ടൊരു വീടിൻ്റെ കുത്തി ഒലിച്ച് വെള്ളം ഒഴുകുന്നത് കാണിച്ചു. ഇത് കണ്ടോ, സ്ഥലം കിടക്കുന്ന കിടപ്പുണ്ട്. ഇത് കുളത്തിൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ നേരെ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും. ചിലയിടത്ത് കുളങ്ങൾ, ചിലയിടത്ത് വലിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കും. മറ്റേ എന്താ മീനൊക്കെ ഫിഷൊക്കെ വളർത്താനായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്തേക്കുന്ന വലിയ അങ്ങനെ ടാങ്കുകൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും വെള്ളത്തിൽ വീണെന്ന് അറിയാൻ വയ്യാത്ത വഴി കൂടെ പോയി എന്നിട്ട് അവസാനം പണി മേടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. അപ്പം എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നല്ല വെള്ളമൊക്കെയാണ്. ബൈ.